അഡ്വക്കേറ്റ് വസന്ത് ശ്രീയേക്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം റാങ്കിലേക്ക് എത്തിയ കേരളത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പ്രധാനമായും ശശി തരൂർ വിശേഷിപ്പിക്കുന്നത്. അത് വലിയ നേട്ടമായി അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കൂ, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ MLA ആണ് പക്ഷേ ഈ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പി രാജീവ് അതിന് മറുപടിയൊക്കെ പറയുന്നത് നമ്മൾ നിയമസഭയിൽ കണ്ടിരുന്നു. അപ്പോൾ ഒരേ കാര്യത്തിൽ തന്നെ രണ്ട് നേതാക്കൾക്കുള്ള അഭിപ്രായങ്ങളിലെ വ്യത്യാസം അത് എത്രമാത്രം വലുതാണ് എന്ന് നോക്കൂ വസന്ത്. മാത്യു കുഴൽനാടൻ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് ചുരുങ്ങിയിട്ടാകണം ഒരുപക്ഷെ അതിനെ ഒരു അംഗീകാരമായി അദ്ദേഹം കണക്കാക്കാൻ തന്നെ മടിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ തരൂർ പറയുന്നതാണോ മാത്യു കുഴൽനാടൻ പറയുന്നതാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്? അസിത, അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം സഖാവ് അരുൺകുമാർ പണ്ട് ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് സഖാവ് VS അച്യുതാനന്ദൻ വിളിച്ച അതേ ശശി തരൂരിനെ, അതേ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ, അന്നത്തെയും ഇന്നത്തെയും തിരുവനന്തപുരത്തിന്റെ MP ആയ ശശി തരൂരിനെ വിശ്വപൗരൻ എന്നൊക്കെ അങ്ങ് വിശേഷിപ്പിച്ച് കളഞ്ഞല്ലോ. നല്ല കാര്യം. ഞങ്ങളുടെ വിശ്വപൗരനാണ്, ഞങ്ങളെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും വിശ്വപൗരൻ തന്നെയാണ്. പക്ഷേ ഊതി വീർപ്പിച്ച ബലൂണാണ്, ഒരു ഒരു അമേരിക്കൻ ജൈജന്റ് ആണ് എന്നൊക്കെയാണ് സഖാവ് VS പണ്ട് വിളിച്ചത്. അത് മാറ്റി പറഞ്ഞല്ലോ. നിങ്ങൾ 15 വർഷം കഴിഞ്ഞ് കാര്യങ്ങൾ മാറ്റി പറയുന്നവരാണ്. നല്ല കാര്യം. ഇനി തരൂരിന്റെ ലേഖനം മുഴുവനായി വായിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തരൂരിന്റെ ലേഖനം വായിക്കുന്നതിൽ ഒന്നാമതൊരു കാര്യം, ശ്രീ ഡോക്ടർ തരൂരിനെ പോലെ ആഗോള തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന ഒരാൾ കേരളത്തെ പറ്റി മോശം എഴുതണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേരളത്തെ പറ്റി അദ്ദേഹത്തിന് നല്ലത് എഴുതാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാടൊട്ടുക്കും വിളിച്ചു പറഞ്ഞ് കേരളത്തെ അപമാനിക്കണ്ട എന്ന് ആ നേതാവ് തീരുമാനിച്ചെങ്കിൽ അത് നല്ല കാര്യമല്ലേ? പക്ഷെ നിങ്ങളിപ്പോ ആഗ്രഹിക്കുന്നു ഇതോ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുകയാണ്, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, ഇവിടുത്തെ പ്രതിപക്ഷം, ഇവിടുത്തെ KPCC ഒക്കെ പറയുന്നത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നോക്കൂ, ആ ലേഖനത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ദിസ് ഈസ് എ വെൽക്കം ചേഞ്ച് ഫ്രം വാട്ട് വി had all heard and assumed about Kerala, if true and not just a hyperbole. അതായത് കൃത്യമായി വ്യവസായ മന്ത്രിയെ കോട്ട് ചെയ്ത ശേഷമാണ് തരൂർ ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞ വിവിധ സ്റ്റാറ്റിസ്റ്റിക്കുകൾ എടുത്തു വെക്കുന്നത്. പി രാജീവ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പി രാജീവ് പറയുന്നത് ശരിയാണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അത് ഞങ്ങളും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ നല്ല കാര്യമാണ്. ഒപ്പം തന്നെ തരൂർ പറയുന്നത് ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് എ ഹൈപ്പർബോൾ. എന്താ ഹൈപ്പർബോൾ? ഊതി വീർപ്പിച്ച. ഞാൻ ആദ്യം തരൂരിനെ പറ്റി എന്താണോ പണ്ട് നമ്മുടെ അച്യുതാനന്ദൻ പറഞ്ഞത് അതേ കാര്യം ഇതിൽ തരൂർ പറയാണ്. ഇത് ഊതി വീർപ്പിച്ചൊരു ബലൂൺ അല്ലെങ്കിൽ, അതായത് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നത് വെറുതെ ഒരു ഗിമ്മിക്കിന് പറഞ്ഞതല്ലെങ്കിൽ, വെറുതെ ഒരു രസത്തിനങ്ങ് പറഞ്ഞു പോയതല്ല, സത്യമാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാണ് പറയുന്നത്. അത് ഞങ്ങളും പറയാം. ഞാനപ്പോൾ ചോദിക്കുന്നത്, തരൂരിനെ പോലൊരാൾ ഇങ്ങനെ പി രാജീവിന്റെ വാക്കുകൾ മാത്രം കേട്ടിട്ടാണോ ഇങ്ങനെ ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ബേസിക് കാര്യങ്ങൾ പോലും അന്വേഷിച്ചിട്ടില്ല എന്നതാണോ അപ്പോൾ വസന്ത് പറയുന്നത്? ഇനി നോക്കൂ, അത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത് വസന്ത്. ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞതാകട്ടെ അല്ലെങ്കിൽ പി രാജീവ് പറഞ്ഞതാകട്ടെ, ചില നേട്ടങ്ങൾ കാണിക്കുക, എണ്ണി പറയുക എന്നത് മാത്രമല്ലല്ലോ തരൂർ ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് ഒരേ വിഷയത്തിലാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രം എടുക്കൂ. തരൂർ ആ വിഷയത്തിലാണ് ഊന്നി പറയുന്നത് കാര്യങ്ങൾ. 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയ ഒരു സംസ്ഥാനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പറഞ്ഞത് റാങ്കിങ്ങിൽ ഒന്നാമതല്ല എന്നുള്ളതാണ്. അത് ആരുടെ താല്പര്യമാണ് വസന്ത്? അത് വ്യവസായ മന്ത്രി പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നാമതാകില്ലല്ലോ. ഇതൊക്കെ റാങ്കിങ് നിശ്ചയിക്കുന്നത് കേരളവുമല്ലല്ലോ. പറയാലോ, അത് അതിന്റെ ഉത്തരമാണല്ലോ പറഞ്ഞു വരുന്നത്. അതായത് തരൂർ സ്വാഭാവികമായും അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനവും വലിയ വായനക്കാരെ സ്വാധീനിക്കാനും സാധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം മുഴുവൻ ഒന്നിനും കൊള്ളത്തില്ലാത്തതാണെന്നും ഡെവലപ്മെന്റ് ഇല്ലാത്ത സംസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ വ്യവസായ മന്ത്രി പറയുന്നത് 2 മിനിറ്റിനുള്ളിൽ ഇവിടെ വ്യവസായം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്നത് വലിയ വികസനമാണ് എന്നാണ് തരൂർ പറയുന്നത്. അതിലെന്താണ് തെറ്റ്? അതിലൊരു തെറ്റുമില്ല. ഇനി മാത്യു കുഴൽനാടൻ പറഞ്ഞതിലും തെറ്റില്ല. കാരണം എന്താ? നേരത്തെ അസിത പറഞ്ഞില്ലേ, ഗെയിൽ പൈപ്പ് ലൈൻ അടക്കം സാക്ഷാത്കരിച്ച സർക്കാർ. ആരായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ വരുമ്പോൾ അതിന് മുമ്പിൽ സമരവുമായി ഇറങ്ങിയത് നമ്മളിപ്പോൾ കോട്ട് ചെയ്ത അതേ വ്യവസായ മന്ത്രി പി രാജീവ് അടക്കമുള്ളവരായിരുന്നു.
ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ, കൊച്ചി വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം അടക്കം ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിന്റെ നാഴികക്കല്ലുകളൊക്കെ ആ UDF ഗവൺമെന്റ് വന്നപ്പോ അതിന്റെ മുന്നിലേക്ക് ചുമന്ന കുടിയും പിടിച്ച് എടുത്തു ചാടിയത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് ആ പ്രശ്നമില്ല എന്ന് ചോദിച്ചാൽ അവർ അധികാരത്തിലിരിക്കുന്നു. ഇപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷം ഏതെങ്കിലും ഒരു വികസന പദ്ധതി വന്നാൽ എട്ടുകാലി മമ്മൂഞ്ഞി കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങളെ പോലെ പി രാജീവിനെ പോലെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ മുമ്പിൽ ചാടിയിറങ്ങി എട്ടുകാലി മമ്മൂഞ്ഞാകുന്നില്ല. ഞങ്ങൾ എസ് ശർമ്മയെ പോലെ കൊച്ചി മെട്രോ എന്റെ നെഞ്ചത്തുകൂടി അല്ലാതെ ഇവിടെ വിമാനം ഇറങ്ങില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നില്ല. ഞങ്ങൾ മറിച്ച് എന്ത് ചെയ്യുന്നു? സർക്കാർ ചെയ്യുന്നത് ചെറുതായിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സുകളാണെങ്കിലും അതിനൊപ്പം ഞങ്ങൾ സർക്കാരിനൊപ്പം ചേർന്നു. അതാണോ സ്പിരിറ്റ് നിർമ്മാണശാല വിഷയത്തിൽ ഏറ്റവും ഒടുവിലും കണ്ടത് വസന്ത? ഈ നിലയിൽ സർക്കാരിന്റെ എല്ലാ മുന്നോട്ടുള്ള പോക്കുകൾക്കും കൈയടിക്കുന്ന നിലപാടായിരുന്നു അതിലും കണ്ടത്. ഞാൻ അതൊരു ചെറിയ ഉദാഹരണമായി മാത്രം ചൂണ്ടിക്കാണിച്ചതാണ് കേട്ടോ. തീർച്ചയായും അറ്റ് ദ സെയിം ടൈം സർക്കാരിന്റെ ഭാഗമായുള്ള തെറ്റുകളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വിമർശിക്കുന്നു. ആന്തൂർ സാഹചര്യം മറന്നുപോയോ? ആരായിരുന്നു അന്ന് ആന്തൂർ നഗരസഭയുടെ അധ്യക്ഷ? സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ തന്നെ നഗരസഭയുടെ അധ്യക്ഷയായിരുന്നു. ഒരിടത്ത് 2 വർഷക്കാലം ആന്തൂർ നഗരസഭയിലൂടെ കയറി ഇറങ്ങി നടന്ന് അദ്ദേഹത്തിന്റെ ചെരുപ്പ് തേഞ്ഞൊടുക്കം മടുത്ത് മണ്ണിടിഞ്ഞ് മനസ്സിടിഞ്ഞ അയാൾ ലാസ്റ്റ് അരമൊഴി കയറിൽ തൂങ്ങി ചത്തില്ലേ? അങ്ങനെ മരിച്ച മനുഷ്യനെ പറ്റി ദേശാഭിമാനി പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവിശുദ്ധ ബന്ധം കാരണമാണ് എന്ന് എഴുതി പിടിപ്പിച്ച് അപമാനിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോ ഇവിടെ നടക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണ്ടേ? പ്രവാസി ഒരുത്തൻ ബിസിനസ് ചെയ്യാൻ വന്നപ്പോ അവനെ കൊലയ്ക്ക് കൊടുത്തതും പോരാഞ്ഞിട്ട് അവന്റെ ഭാര്യയെ പറ്റി അവിശുദ്ധ ബന്ധം എഴുതിയ വസ്തുത നോക്കൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാത്രം സംരംഭക വർഷം പദ്ധതിയിലൂടെ തുടർച്ചയായി 3-ാം വർഷവും 1 ലക്ഷം സംരംഭങ്ങൾ എന്ന നേട്ടം കൈവരിച്ചൊരു സംസ്ഥാനമാണിത്. അപ്പോൾ വസന്ത് പറയുന്നത് പോലെയാണെങ്കിൽ ഇവിടെ ഈ 1 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയത് ആരായിരിക്കും വസന്ത്? അങ്ങനെയാണെങ്കിൽ അതൊന്നും നടക്കാത്തൊരു സംസ്ഥാനം എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരില്ലേ? ഞാൻ വരാം.